ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡോളീസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് നാളായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്നൊന്ന് ഇടാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ സെറ്റൗട്ടിലിരിക്കുന്ന സിങ്കോണിയം പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ്. അതിനെക്കുറിച്ചൊന്നും അല്ല ഞാൻ വീഡിയോ ഇടുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് വെച്ചിരിക്കുന്ന ഒരു തീയൽ, നമുക്ക് ഒരു അടിപൊളി തീയൽ ഇന്നുണ്ടാക്കാം. ഓക്കെ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഞാൻ 2 ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെന്താ, വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു തീയലുണ്ടാക്കാം. അപ്പം നമുക്കിതിന് വേണ്ടി നമുക്ക് തേങ്ങ വേണം. തേങ്ങ നമുക്ക് വറുത്തരച്ചുള്ള തീയൽ വെക്കുന്നത്. അപ്പം ഞാൻ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ തേങ്ങ ചെരുകി കഴിഞ്ഞിട്ടും അടി ഒരുപാട് എടുക്കാറില്ല. അങ്ങനെ വരുമ്പോൾ 3-4 ദിവസത്തെ തേങ്ങ ഒരുമിച്ചെടുത്ത് ഒന്ന് ആവി കയറ്റിയിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് മിക്സി നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല കറക്റ്റ് പരുവത്തിൽ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഒരേ രീതിയിൽ തന്നെ വറുത്തെടുക്കാൻ പറ്റും. അങ്ങനെ എടുക്കുമ്പോഴാണ് തീയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഓക്കെ, എന്തായാലും ഞാൻ തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കതിന് ആവശ്യമായിട്ട് ഒരു ചെറിയ ടീസ്പൂണ് മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വറുത്ത ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഈ ഒരു കളറായി കഴിഞ്ഞിട്ട് പിന്നെ ഇനി നമുക്ക് അതിന് ആവശ്യമായിട്ട് ഒരു വലിയ സ്പൂണ് മുളക് പൊടി അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ തേങ്ങ നന്നായി ഈ ഒരു ഗോൾഡൻ കളറിൽ ആയിക്കഴിഞ്ഞ ശേഷം ഇട്ട് കൊടുക്കുക. തീ ഓഫ് ചെയ്തിട്ട് ഇട്ടാലും മതി. അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞ് വേറെ കളറായി പോകും, തീയൽ വേറെ കളറായി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാതെ നമുക്ക് ഇതുപോലെ ഈ കളറിൽ കറക്റ്റായിട്ട് കിട്ടണം. ഓക്കെ, ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കിത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പുളിയും ഉപ്പുമായിരുന്നു. അത് ഞാൻ വെള്ളത്തിൽ നേരത്തെ ഇട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നന്നായിട്ട് നല്ല കറക്റ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ ചീനിച്ചട്ടി തന്നെ ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഒന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ വെണ്ടയ്ക്കൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊന്ന് വഴറ്റി കൊടുക്കുമേ. ഓക്കെ, അങ്ങനെ വെക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ വെക്കത്തില്ലേ, അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഇല്ലായിരുന്നോ നമ്മുടെ തീയലിനൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ഇട്ടുകൊണ്ട് ഞാനൊരു അല്പം ഉപ്പൂടെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി എടുക്കുന്നു. പിന്നെ നമുക്ക് ഇതിനകത്തിൽ വേണ്ടിയെന്ന് പറഞ്ഞാൽ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സ്വല്പം മതി, വളരെ കുറച്ച്. ഓക്കെ, അതിട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില അതും നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുത്തിട്ട് നമ്മളിനി ഇത് അരപ്പ് നന്നായി തന്നെ പേസ്റ്റ് പോലെ നല്ലതായിട്ട് അരച്ചെടുക്കണേ. ഓക്കെ, പിന്നെ നമുക്ക് നമുക്കിതുപോലെ സ്ക്യൂസ് ചെയ്തെടുക്കാം. ഇനി ഞാനിത് ചട്ടിക്കകത്തിലാണ് വെക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുത്തു. നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു. പിന്നെ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന ഇതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി കലക്കി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി എടുത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് അടുപ്പേ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ അടുപ്പൊന്നും കത്തിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ സ്റ്റൗവിൽ തന്നെയാണ് വെക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്കിത് നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. ചെറിയ തീയിൽ വെച്ച് ഇത് വെന്ത് ഇതിൻ്റെ എണ്ണ ഇങ്ങനെ മുകളിൽ പൊങ്ങി വരുമ്പോഴാണ് ഈ തീയൽ സൂപ്പറാകുന്നത്. എന്തായാലും എൻ്റെ തീയൽ സൂപ്പറായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യണം. താങ്ക് യു.